രണ്ടാമത്തെ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അതിനകത്ത് അവർ ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. സാർ ബ്രാഞ്ചിൽ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. CH3 ഓക്കെ. അപ്പൊ രണ്ട് ബ്രാഞ്ച് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യും. നമുക്ക് സ്പീഡ് കൂടണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. അതിനുശേഷം നമ്പറിംഗ് ഇടണം. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ചിന്തിച്ചു നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇടുമ്പോൾ 1 2 3 പൊസിഷൻ 3. സോ ലെഫ്റ്റ് ടു റൈറ്റ് ഇടുമ്പോൾ വരുന്ന പൊസിഷൻ 3. ഇത് 3 ആണ്. അതായത് 1 2 3 4 5 6 7 6 3ഉം 6. ഓക്കെ, ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇട്ട് നോക്കാം. സാർ ഇത് മാച്ച് കളയാന്. റൈറ്റ് ലെഫ്റ്റിലേക്ക് 1 2 3 4 5 6 7. സോ വെൻ റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ ഈ കാർബൺ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2ലും പിന്നെ ഇവിടെ വരുന്ന 5ലാണ് 2,5. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാണ് അല്ലെ? ഏതാ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ ഇവർ രണ്ടുപേരും ആദ്യത്തെ കമ്പയർ ചെയ്യണം. ഏറ്റവും ചെറുത് ഏതാ? ഇതല്ലേ? സോ സെലക്ഷൻ ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള നമ്പറിംഗ്. കറക്റ്റ് പൊസിഷൻ റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഈ ബ്രാഞ്ചിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യണം. ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത്ത് YL ചേർക്കുക, മീഥൈൽ. ഇതും മെത്ത് YL ചേർക്കുക, മീഥൈൽ. അപ്പൊ 2 മീഥൈൽ ഉണ്ട് മക്കളെ. അപ്പൊ നമ്മുടെ പ്രിഫിക്സ് എങ്ങനെയായിരിക്കണം എന്നാണ് സാർ പഠിപ്പിച്ചിട്ടുള്ളത്? 2 മീഥൈൽ ഉണ്ടെങ്കിൽ ഡൈമീഥൈൽ. ഓക്കെ, ഇനി പൊസിഷൻ ഏതാ? പൊസിഷൻ ഇതല്ലേ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ എന്താ? 2,5. ഇനി അതിന്റെ ഇടയിൽ ഒരു ഹൈഫൻ ഇടണം. ഇതാണ് നമ്മുടെ എന്താ പ്രിഫിക്സ്. അതായത് വേർഡ് റൂട്ടിന് മുന്നിൽ എഴുതേണ്ട സാധനം നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഒന്നുമില്ല ഇതിനകത്ത്. നോക്കാം മൊത്തം എത്ര ഉണ്ട്? 1 മുതൽ 7 വരെ 7. കാർബൺ 7 വന്നു കഴിഞ്ഞുള്ള വേർഡ് റൂട്ട് അറിയണം. ഹെപ്റ്റ്. ഓക്കെ, അപ്പൊ ആദ്യം വേർഡ് റൂട്ട് എഴുതാം. ഓക്കെ, വേർഡ് റൂട്ട് എന്താ? ഹെപ്റ്റ്. ഓക്കെ, ദെൻ പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. അപ്പൊ നമ്മളിവിടെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ANE ചേർക്കുക, ANE. ക്ലിയർ? ഇനി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇങ്ങനെ അങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ എഴുതാൻ പറ്റും. അപ്പോ ബ്രാഞ്ചിന്റെ പേര് എഴുതി സാറ് മീഥൈൽ. ഓക്കെ, അത് 2 ഉണ്ട്. സാറോട് എഴുതി ഡൈ. ഓക്കെ, അതിന്റെ പൊസിഷൻ 2,5 ആണ്. അത് എഴുതി 2,5. ദെൻ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഒരു ഹൈഫൻ ഇടാം. ഇതിന്റെ ഇടയിൽ ഹൈഫൻ ഇടാം. ക്ലിയർ? അപ്പൊ ചില കുട്ടികൾ സാർ ഇവിടെ എഴുതിപ്പോ കൂടെ അങ്ങനെ എഴുതാനൊക്കെ എളുപ്പമായിരിക്കും ചിലവർക്ക്. പക്ഷെ വാച്ച് ഫുൾ വീഡിയോ ഓൺ മൈ യൂട്യൂബ് ചാനൽ സണ്ണി സാർ.